ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കോഴിമുട്ടയും കാപ്പിപ്പൊടിയൊക്കെ വെച്ച് വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം. കാപ്പിപ്പൊടി ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണെങ്കിലും നോർമലായിട്ടുള്ള കോഫി പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്തത്. 1 നുള്ളി ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ആയാലും മതി കേട്ടോ. 1 നുള്ളി ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ കോഴിമുട്ടയൊക്കെ ചെറുതാണെങ്കിൽ ചിലപ്പോൾ നമുക്കിത് തിക്കായിട്ടാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ കുറച്ച് പാല് ചേർത്തിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുത്താൽ മതി കേട്ടോ മാവ്. ഇനി ഞാനിവിടെ കുഞ്ഞു ബൗളിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് അതിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിത് 4 കുഞ്ഞു ബൗളിലേക്ക് മാറ്റിയിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു പലഹാരം റെഡി ആയിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. കോഫി ഫ്ലേവറിലുള്ള ആവിയിൽ വേവിച്ചൊരു കേക്കാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചായയുടെ കൂടെ ബെസ്റ്റാണ്. വളരെ പെട്ടെന്ന് മിക്സിയിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ടൊന്ന് കറക്കിയെടുത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റിൽ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്